വെൽക്കം ബാക്ക് ഡിയേഴ്സ്. അങ്ങനെ കുറേ ദിവസങ്ങൾക്ക് ശേഷം ഞാൻ ദേ ഇന്നൊരു വ്ലോഗ് ചെയ്യാൻ പോവാണ് കേട്ടോ. അപ്പോൾ ഈ ഞായറാഴ്ച വീട്ടിലായിരുന്നു, എൻ്റെ അച്ഛൻ്റെ അമ്മയുടെ അടുത്തായിരുന്നു. അപ്പോൾ ഇന്ന് മക്കൾക്കൊക്കെ അവധിയാണല്ലോ, പക്ഷെ എനിക്ക് ഷോപ്പിൽ പോകണം. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇന്ന് ഞാനാണ് ഉണ്ടാക്കുന്നത്. പൂരിയും കറിയുമാണ് കേട്ടോ. വല്ലപ്പോഴേ പൂരി അങ്ങനെ ഉണ്ടാക്കാറുള്ളൂ. എണ്ണയിൽ വറുക്കുന്ന സാധനങ്ങൾ ഇവിടെ എല്ലാവർക്കും വലിയ താല്പര്യമില്ല. അപ്പോൾ അതുകൊണ്ട് ഇടയ്ക്കൊക്കെ മാത്രമേ പൂരി ഉണ്ടാക്കുള്ളൂ. അപ്പോൾ പൂരിക്കുള്ള കിഴങ്ങ് കറിക്ക് വേണ്ട സാധനങ്ങളൊക്കെ ഞാൻ അരിഞ്ഞു വെച്ചു. ഉരുളക്കിഴങ്ങ്, ക്യാരറ്റ്, സവോള, ഇഞ്ചി, പച്ചമുളക് എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് സാധാരണ നമ്മൾ പൂരിക്കൊക്കെ ഉണ്ടാക്കുന്ന കിഴങ്ങ് കറി പോലെ തന്നെ. ലാസ്റ്റ് ഞാൻ കുറച്ച് തേങ്ങാപ്പാലും കൂടി ഒഴിച്ചെടുക്കും, അത്രേ ഉള്ളൂ കേട്ടോ. അത് അമ്മ ഉണ്ടാക്കുന്നതാണ് ആ ഒരു രീതിയിൽ. അപ്പത്തിനുമൊക്കെ കഴിക്കാൻ നല്ലതാണ് കറി. അപ്പോൾ ഒരു കുക്കറിലോട്ട് കുറച്ച് എണ്ണ ഒഴിച്ചു. വെളിച്ചെണ്ണയാണ്. എണ്ണ ചൂടായപ്പോൾ കടുകിട്ടു. കടുക് പൊട്ടി കഴിഞ്ഞിട്ട് 2 മീഡിയം സൈസിലുള്ള സവോള അരിഞ്ഞത്, ഒരു 3 പച്ചമുളക്, 1 ടീസ്പൂണോളം ഇഞ്ചി കുഞ്ഞായിട്ട് അരിഞ്ഞതും കുറച്ച് കറിവേപ്പിലയും ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഈ കറിയിൽ പച്ചമുളകിൻ്റെ എരിവ് മാത്രമാണ് കേട്ടോ ഉള്ളത്, വേറെ പൊടികളൊന്നും ചേർക്കത്തില്ല. മഞ്ഞൾപ്പൊടി മാത്രമായിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് എത്ര എരിവ് വേണോ അതിനനുസരിച്ച് പച്ചമുളക് കൂടുതൽ ചേർക്കാം. അപ്പോൾ ഇത് നല്ലപോലെ വഴറ്റിയെടുക്കാം. ഒത്തിരി നിറമൊന്നും മാറണ്ട, നല്ലതായിട്ടൊന്ന് വാടി വന്നാൽ മതി കേട്ടോ. പിന്നെ അതുപോലെ കുക്കറിൽ പലരും കറി ഉണ്ടാക്കുമ്പം കറിവേപ്പില ഇതിൻ്റെ കൂടെ ചേർക്കാറില്ല കേട്ടോ. കാരണം ഈ കറിവേപ്പില കുക്കറിൻ്റെ സേഫ്റ്റി വാൽവിൽ അടഞ്ഞിട്ട് അത് അപകടമാണെന്നൊക്കെ ഞാൻ പല വീഡിയോസിലൊക്കെ കണ്ടു. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും പേടിയുണ്ടെങ്കിൽ കറിവേപ്പില ഇപ്പോൾ ചേർക്കണ്ട, ലാസ്റ്റ് ഒന്ന് ഇട്ട് കൊടുത്താൽ മതി. ഞാൻ പക്ഷേ എപ്പോഴും ഇങ്ങനെയാണ് ഉണ്ടാക്കാറുള്ളത്. എനിക്കങ്ങനെ ഇതുവരെയും ഇഷ്യൂസ് ഉണ്ടായിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയൊക്കെ ചെയ്യുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അതൊന്ന് വാടി വന്നപ്പോൾ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പൊടിയുടെ ഒരു ചുവയും കൂടി അങ്ങ് മാറിയിട്ട് പച്ചക്കറികൾ ചേർക്കാം. ഞാനിപ്പോൾ ക്യാരറ്റും ഉരുളക്കിഴങ്ങും മാത്രമാണ് എടുത്തിരിക്കുന്നത്. ഗ്രീൻ പീസ് ഒക്കെ ഇട്ട് വേണമെങ്കിൽ ഉണ്ടാക്കാം കേട്ടോ. ഒരു വലിയ ക്യാരറ്റും 2 വലിയ ഉരുളക്കിഴങ്ങും ഇതുപോലെ ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്തതാണ്. അതും കൂടി ഇട്ടിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിനകത്തേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിക്കണം. സാധാരണ കിഴങ്ങ് കറി ഉണ്ടാക്കുന്ന പോലെ തന്നെയാണ് കേട്ടോ, വ്യത്യാസമൊന്നുമില്ല. ലാസ്റ്റ് നമ്മൾ കുറച്ച് തേങ്ങാപ്പാൽ ചേർക്കുന്നതാണ് കറിയുടെ ഒരു ടേസ്റ്റ് കേട്ടോ. അപ്പോൾ ഇതിനകത്തേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിക്കാൻ പോവാണ്. ഈ പച്ചക്കറിയുടെ തൊട്ട് താഴെ നിൽക്കുന്ന അളവിൽ മാത്രം വെള്ളം മതി. കുക്കറിലാവുമ്പം പെട്ടെന്ന് വേവുമല്ലോ. പിന്നെ ലാസ്റ്റ് നമ്മൾ തേങ്ങാപ്പാലും കൂടെ ചേർത്ത് കഴിയുമ്പോൾ കറി വല്ലാതെ ലൂസായി പോകും. അപ്പോൾ അതുകൊണ്ട് വെള്ളം കുറച്ച് ഒഴിച്ചാൽ മതി. അപ്പോൾ പാകത്തിനുള്ള ഉപ്പും കൂടി ഇട്ടിട്ടുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കത് അടച്ചു വെച്ച് ഒരു 3-4 വിസിൽ വേവിക്കാം. നല്ല പോലെ ഉരുളക്കിഴങ്ങ് നല്ല സോഫ്റ്റായിട്ട് തന്നെ വേവണം. ഞാൻ അടച്ചു വെക്കുകയാണേ. ഞാനിന്ന് സ്പെഷ്യലായിട്ട് ഉണ്ടാക്കണമെന്ന് വിചാരിച്ചത് ചീര ചേർത്തിട്ടൊരു പൂരിയാണ് കേട്ടോ. ഈ പാലക് പൂരി ഒക്കെ ഉണ്ടാക്കത്തില്ലേ, അതുപോലെ നമ്മുടെ നാടൻ പച്ച ചീര ചേർത്തിട്ട് ഒരു പൂരി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അത് എടുക്കാൻ വന്നതാണ് കേട്ടോ. ഇവിടെയൊക്കെ കാട് പോലെ തോന്നുന്നുണ്ടല്ലേ, പക്ഷെ ഇതൊന്നും ആവശ്യമില്ലാത്ത സാധനങ്ങളല്ല കേട്ടോ. എല്ലാം നല്ല സാധനങ്ങളാണ്, അതുകൊണ്ട് വെട്ടിക്കളയാനൊന്നുമില്ല. അപ്പം വീട് കഴിഞ്ഞ് പിന്നെ കുറച്ച് സ്ഥലമേ ഉള്ളൂ. അപ്പോൾ അവിടെ അച്ഛനൊരു കുഞ്ഞു പ്ലാവും ഒരു മാവും ഒക്കെ കൊണ്ടുവച്ചു. അപ്പോൾ എല്ലാം കൂടി ആയപ്പം ഇങ്ങനെയായി. കുറച്ച് പച്ചച്ചീര നിപ്പുണ്ട്, കുറേയൊക്കെ പുഴുവൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. എന്നാലും കിട്ടിയതൊക്കെ ഞാൻ എടുത്തു. നമുക്ക് ഇത്ര ചീരയെ കിട്ടിയുള്ളൂ കേട്ടോ. ഇത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. ബാക്കി കുറേ ഇലയിലൊക്കെ പുഴു ഉണ്ടായിരുന്നു, അപ്പോൾ അതൊന്നും ഞാൻ പിന്നെ എടുത്തില്ല. അപ്പം നല്ല ഇലകൾ നോക്കി മാത്രം എടുത്ത് വെക്കുകയാണ് കേട്ടോ. ഇതിനകത്ത് ഇല മാത്രമേ ചേർക്കുന്നുള്ളൂ. തണ്ട് മാറ്റി വെച്ചിട്ട് തീയലൊക്കെ അരിഞ്ഞിട്ട് കഴിഞ്ഞാൽ നല്ലതാണ്, അത് കളയേണ്ട ആവശ്യമില്ല. ഇതിൻ്റെ ഇല എടുക്കുമ്പോൾ ശ്രദ്ധിച്ചെടുക്കണം കേട്ടോ. ഇതിനകത്ത് കുഞ്ഞു നമ്മൾ കാണാത്ത പുഴുവൊക്കെ ഇരിപ്പുണ്ട്, അത്രയും കുഞ്ഞു പുഴുവുണ്ട്. അപ്പം അതൊക്കെ ഒന്ന് നോക്കി എടുക്കാം. ഇതാ കണ്ടോ, ഒരു പുഴുവിനെ കാണുന്നില്ലേ? ഇത്രയും കുഞ്ഞു പുഴുക്കളായിരിക്കും. നമ്മൾ ചിലപ്പോൾ പെട്ടെന്ന് ശ്രദ്ധിക്കത്തില്ല. അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കി വേണം എടുക്കാൻ കേട്ടോ. അപ്പോൾ ഇത്രയും ഇല കിട്ടി, അത് നല്ലപോലെ കഴുകി എടുത്തിട്ട് വരാം. ഞാൻ ഓരോ ഇലയായിട്ട് എടുത്ത് വാഷ് ചെയ്തതാണ് കേട്ടോ. ഇനി ഒരു പാത്രത്തിലേക്ക് ഇട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്ന് വാടാനായിട്ട് വെച്ചിട്ടുണ്ട്. ഒത്തിരി സമയം കുക്ക് ചെയ്യുമൊന്നും വേണ്ട, ജസ്റ്റ് ഒരു 1-2 മിനിറ്റ് ഒരല്പം വെള്ളം ഒഴിച്ച് ഒന്ന് വേവിച്ചാൽ മതി. ചെറുതായിട്ടൊന്ന് വാടി കിട്ടണം. പച്ചയ്ക്ക് നമ്മൾ അരച്ച് ചേർക്കുമ്പോൾ അതിനൊരു രുചി വ്യത്യാസമുണ്ട്. ഒന്ന് വാട്ടിയിട്ട് അരച്ചു കഴിഞ്ഞാൽ നല്ലതായിരിക്കും. അപ്പോൾ ഏകദേശം ഒരു 2-2.5 കപ്പോളം
ഗോതമ്പ് പൊടിയാണ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത്. ഒരു 4-5 പേർക്ക് ആവശ്യത്തിനുള്ള പൂരി ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ ഇതൊന്ന് വാടി വന്നു. ഞാൻ സ്റ്റൗ ഓഫ് ചെയ്യാണ്. എന്നിട്ട് ഒരു 5 മിനിറ്റ് മാറ്റി വയ്ക്കാം. ഒന്ന് തണുത്തതിന് ശേഷമാണ് അരയ്ക്കുന്നത്. അപ്പോഴേക്കും നമ്മുടെ ഉരുളക്കിഴങ്ങ് കറി ഇവിടെ ഏകദേശം വെന്ത് റെഡി ആയിട്ടുണ്ട്. കുക്കർ തുറന്നു. എന്നിട്ടൊരു സ്പൂൺ വെച്ചിട്ട് ഈ ഉരുളക്കിഴങ്ങ് നല്ലപോലെ ഒന്ന് ഉടച്ചെടുക്കുകയാണ് കേട്ടോ. ഒരു 3/4 ഭാഗത്തോളം ഉരുളക്കിഴങ്ങ് ഞാൻ നന്നായിട്ട് ഉടച്ച് ചേർത്തിട്ടുണ്ട്. അതാണ് കറിയുടെ ഒരു ടേസ്റ്റ്. ഇനി ഇതിൽ കുറച്ച് തേങ്ങാപ്പാൽ ചേർക്കണം. അപ്പോൾ ഒരു കപ്പിലോട്ട് ഒരു 2 ടേബിൾ സ്പൂൺ കോക്കനട്ട് മിൽക്ക് പൗഡറാണ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത്. നമുക്ക് ഫ്രഷ് ആയിട്ടുള്ള തേങ്ങാപ്പാൽ വേണേലും എടുക്കാം. ഞാൻ എളുപ്പത്തിന് എപ്പോഴും പൊടിയാണ് യൂസ് ചെയ്യാറുള്ളത്. അതിനകത്തേക്ക് ഒരു കപ്പ് ചെറിയ ചൂട് വെള്ളം ഒഴിച്ചിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുത്തു. അപ്പോൾ നല്ല കട്ടിയുള്ള 1 കപ്പ് തേങ്ങാപ്പാൽ കിട്ടും. ഇനി ഇതാ വീണ്ടും ഒന്നും കൂടി സ്റ്റൗ ഓൺ ആക്കിയിട്ട് ഈ തേങ്ങാപ്പാൽ നമുക്ക് കറിയിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ചെറിയ തീയിൽ വെച്ചാൽ മതി കേട്ടോ. 1 കപ്പ് നല്ല കുറുകിയ തേങ്ങാപ്പാൽ ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്യുക. പാല് ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ ഒന്ന് ചൂടായാൽ മതി. ഒരുപാട് തിളപ്പിക്കേണ്ട ആവശ്യമില്ല. ഇത്രയേ ഉള്ളൂ നമ്മുടെ ഉരുളക്കിഴങ്ങ് കറി റെഡി. അപ്പം ഇനി പൂരിക്കുള്ള ചീര ആദ്യം അരച്ചെടുക്കാൻ പോവാണ് കേട്ടോ. ഒരു മിക്സി ജാറിലോട്ട് എല്ലാം ഇട്ടു. വെള്ളം കളയണ്ട. നമ്മൾ വേവിച്ച വെള്ളം ഉണ്ടല്ലോ അതും കൂടി ചേർത്തിട്ട് തന്നെ അരയ്ക്കാം. നല്ല പേസ്റ്റായിട്ട് തരിയില്ലാതെ തന്നെ അരച്ചെടുക്കാം. എടുത്തു വെച്ചിരിക്കുന്ന ഗോതമ്പ് പൊടിയിലോട്ട് ഈ ചീര അരച്ചത് ചേർത്തു. ആ മിക്സി ജാറിൽ ഇച്ചിരി കൂടെ വെള്ളം ഒഴിച്ചിട്ട് അതും കൂടി ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. ഒട്ടും ചീരയുടെ ആ ഒരു ജ്യൂസ് കളയണ്ട. ഇനി ഇതിനകത്ത് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുകയാണേ. ഇനി ഇത് നല്ലപോലെ കൈവച്ച് ആദ്യം ഒന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ചായിട്ട് വെള്ളം ഒഴിച്ച് കുഴച്ചെടുത്താൽ മതി കേട്ടോ. ആദ്യം തന്നെ വെള്ളം കൂടി ഒഴിക്കരുത്. കാരണം ചീര അരച്ചപ്പം അതിനകത്തൊരു ഈർപ്പം ഉണ്ടാവുമല്ലോ. അപ്പോൾ അത് ആദ്യം പൊടി ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് എത്ര വെള്ളം വേണമെന്നനുസരിച്ച് ചേർത്ത് കൊടുക്കുക. ഒരുപാട് ലൂസായി പോകരുത്. പൂരിയുടെ മാവ് എപ്പോഴും ചപ്പാത്തി മാവിനേക്കാളും കുറച്ചും കൂടി ഒരല്പം കൂടി കട്ടി ഉണ്ടാവണം. അപ്പം അതിനനുസരിച്ച് കുഴച്ചെടുത്തു. ചെറിയൊരു പച്ചക്കളർ വന്നില്ലേ, ചീര ചേർത്തേൻ്റെയാണ് കേട്ടോ. ചീര കുറച്ചും കൂടി കൂടുതൽ ചേർക്കുകയാണെങ്കിൽ അതിനനുസരിച്ച് കളറും ഉണ്ടാവും കേട്ടോ. പൂരിക്കായാലും ചപ്പാത്തി വേണമെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ തന്നെ ഉണ്ടാക്കാം. അപ്പം ഞാൻ ഇതിനകത്ത് ഒരു അല്പം എണ്ണയും കൂടി ചേർത്തിട്ട് വീണ്ടും നല്ലപോലെ ഒന്ന് കുഴച്ച് നല്ല സ്മൂത്ത് ആയിട്ടുള്ളൊരു മാവാക്കി എടുക്കുകയാണേ. ചപ്പാത്തി ഇതുപോലെ ഉണ്ടാക്കിയാലും ഹെൽത്തിയുമാണ്, അതുപോലെ നല്ല ടേസ്റ്റും നല്ല സോഫ്റ്റ് ആയിട്ടും കിട്ടും കേട്ടോ. വലിയ ടേസ്റ്റ് വ്യത്യാസം വരാത്ത രീതിയിലുള്ള പച്ചക്കറികളെല്ലാം ഇതുപോലെ അരച്ച് ചേർത്ത് നമുക്ക് പൂരിയും ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കാം കേട്ടോ. ഒരു വെറൈറ്റിയാണ്, കൂടുതൽ ഹെൽത്തിയാണ്. അപ്പോൾ ഇതേ മാവ് റെഡിയായി. ഇതിന് റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കാറില്ല. പൂരിയുടെ മാവ് ഞാൻ അപ്പം തന്നെ കുഴച്ച ഉടനെ തന്നെ ഉണ്ടാക്കുകയാണ് ചെയ്യാറുള്ളത്. അപ്പോൾ ഇത് ആദ്യത്തെ ഉരുളകളാക്കി വെക്കാൻ പോവാണ് കേട്ടോ. ഞാൻ എപ്പോഴും കുഞ്ഞു പൂരി, ചെറിയ സൈസിലുള്ള പൂരിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. കാരണം പൂരി ഫ്രൈ ചെയ്യുമ്പം എപ്പോഴും എണ്ണ നിറയെ വേണം. അത് മുങ്ങിക്കിടക്കാൻ പാകത്തിനുള്ള എണ്ണ വേണം. എന്നാലേ അത് നന്നായിട്ട് പൊങ്ങിയൊക്കെ വരത്തുള്ളൂ. അപ്പോൾ അത് ആ എണ്ണയുടെ അളവ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഞാൻ എപ്പോഴും ചെറിയ പൂരിയായിട്ടാണ് ഉണ്ടാക്കാറുള്ളത് കേട്ടോ. ഇതിനകത്ത് മാവ് ബാക്കി വരികയാണെങ്കിൽ നിങ്ങൾക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ട് വൈകുന്നേരം ചപ്പാത്തി ഉണ്ടാക്കാൻ ഉപയോഗിക്കാം. അല്ലെങ്കിൽ കുറച്ച് നേരം ഒന്ന് പുറത്തെടുത്ത് വെച്ച് തണുപ്പ് മാറ്റിയിട്ട് ഇതുപോലെ തന്നെ പൂരി ഉണ്ടാക്കാനും ഉപയോഗിക്കാം കേട്ടോ. അത് ഒരു പ്രശ്നമില്ല. നല്ലപോലെ പൊങ്ങി നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന പോലെ നല്ല ക്രിസ്പി ആയിട്ടുള്ള പൂരിയായിട്ട് തന്നെ കിട്ടും. അപ്പോൾ ഞാൻ ഇതെല്ലാം ഉരുട്ടിയെടുത്തു. ഇനി ഇത് ഫ്രൈ ചെയ്യാനായിട്ട് ഒരു ചെറിയ പാനിൽ കുറച്ച് എണ്ണ എടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ഇവിടെ ആർക്കും സൺഫ്ലവർ ഓയിലിൻ്റെ ടേസ്റ്റ് അത്ര ഇഷ്ടമല്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ വെളിച്ചെണ്ണ തന്നെ എടുത്തു. ഇത്രയും എണ്ണയിൽ ഈ പൂരി എല്ലാം ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റും. ഈ എണ്ണ നല്ലപോലെ ചൂടാവണം. അപ്പോൾ ഇത് പൂരി പരത്തിയെടുക്കാം. ആ സമയം കൊണ്ട് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ വേറൊരു പാത്രത്തിൽ എടുത്ത് വെച്ചിട്ടുണ്ട്. പൂരി പരത്തുന്ന സമയത്ത് ആ ബോർഡിൽ കുറച്ചൊന്ന് തേച്ച് കൊടുക്കുകയാണ് കേട്ടോ. ഒരുപാടൊന്നും വേണ്ട. എപ്പോഴും ഞാൻ ഓരോ തവണയും എണ്ണ യൂസ് ചെയ്യാറില്ല. ഒട്ടിപ്പിടിക്കുന്നു എന്ന് തോന്നുമ്പോൾ മാത്രമേ എടുക്കാറുള്ളൂ കേട്ടോ. ചിലർ നല്ലപോലെ എണ്ണ തേച്ചിട്ടാണ് പൂരി പരത്താറുള്ളത്. എനിക്ക് പക്ഷേ എന്തോ അത് പരത്തുമ്പോൾ ഒരു ബുദ്ധിമുട്ട് പോലെ തോന്നാറുണ്ട്. അതുകൊണ്ട് ഞാൻ കുറച്ച് എണ്ണ മാത്രമേ യൂസ് ചെയ്യാറുള്ളൂ. അപ്പോൾ അധികം കട്ടി കുറയ്ക്കാതെ ഇച്ചിരി കനത്തിൽ തന്നെ പരത്തിയെടുക്കുക. എന്നാലേ അത് നല്ലവണ്ണം പൊങ്ങി വരത്തുള്ളൂ. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ എൻ്റെ പൂരിയുടെ സൈസ്. എണ്ണ നന്നായിട്ട് ചൂടായി അതിനകത്തേക്ക് ഇട്ട് കൊടുത്തു. പെട്ടെന്ന് തന്നെ നല്ല പോലെ കൊമളിച്ച് വരും. ചെറിയ പൂരിയാകുമ്പോൾ അങ്ങനെ ഒരു ഗുണമുണ്ട് കേട്ടോ. ഞാൻ പലപ്പോഴും അല്ലാതെ വലിയ സൈസിൽ പരത്തുന്നതിൻ്റെ പ്രശ്നമായിരിക്കാം, നേരെ പൊങ്ങി വരത്തില്ല. കുഞ്ഞു കുഞ്ഞു പൂരിയാകുമ്പം പെട്ടെന്ന് ഇതേപോലെ പപ്പടം പോലെ പൊങ്ങി വരും. അതുപോലെ എണ്ണയ്ക്ക് നല്ല ചൂടുണ്ടാവണം.
ഒരു ലൈറ്റ് പച്ച കളറാണ് കേട്ടോ. വീഡിയോയിൽ കാണുന്നേക്കാളും ചെറിയൊരു ലൈറ്റ് ഗ്രീൻ കളറാണ്. കറിക്കാണെങ്കിൽ തേങ്ങാപ്പാലിൻ്റെയും പച്ചമുളകിൻ്റെയും നല്ലൊരു ടേസ്റ്റും ഉണ്ട്. എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നല്ലൊരു കോമ്പിനേഷനാണ്. അപ്പോൾ ഞാൻ അതേ പെട്ടെന്ന് കഴിച്ചിട്ട് ഇനിയിപ്പോൾ ഇന്ന് നമുക്ക് സൺഡേ ആണെങ്കിലും ഷോപ്പ് ഓപ്പൺ ആണ്. അപ്പോൾ എനിക്ക് അങ്ങോട്ട് പോകണം. മോൾക്ക് ഡാൻസ് ഉണ്ട്. അപ്പം അമ്മ അവളെ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണേ. നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെയാണ് ഡാൻസ് സ്കൂൾ. അവിടെ മോൻ കൊണ്ടാക്കിക്കോളും. നടന്നു പോകാനുള്ള ദൂരേ ഉള്ളൂ. അമ്മ ഇപ്പം പുറത്ത് വർക്ക് ഏരിയയിൽ ഒരു ചെറിയ കിച്ചൺ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഉണ്ടാക്കിയിരുന്ന സമയത്ത് അമ്മ പുറത്ത് കണവയൊക്കെ വെച്ചു. എനിക്ക് ചോറ് കൊണ്ടുപോകണമല്ലോ. അപ്പോൾ കണവക്കറിയാണ് ഇന്നത്തെ ലഞ്ചിൻ്റെ സ്പെഷ്യൽ. ഇതാണ് അമ്മയുടെ വർക്ക് ഏരിയയിലെ കുഞ്ഞു കിച്ചൺ. ഒരു പുതിയ സ്റ്റൗ ഒക്കെ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. കൊള്ളാം. അവിടെ നല്ല വെട്ടമൊക്കെ ഉണ്ട്. പുറത്ത് നിന്ന് കുക്ക് ചെയ്യാൻ നല്ലതാണ്. അപ്പോൾ ഇന്നത്തെ ചോറ്, അവിയൽ, കണവക്കറി, ഇതാണ് എൻ്റെ ഊണ്. അപ്പം അമ്മ എല്ലാം പാക്ക് ചെയ്ത് റെഡിയാക്കി തന്നു കേട്ടോ. ഇവിടെ അമ്മയുടെ അടുത്ത് വന്ന് നിൽക്കുമ്പോഴല്ലേ ഇങ്ങനത്തെ ഭാഗ്യമൊക്കെ കിട്ടുള്ളൂ. വീഡിയോ ഒക്കെ എടുത്തോണ്ട് നിന്നുകൊണ്ട് കുറച്ച് ലേറ്റ് ആയിപ്പോയി. പെട്ടെന്ന് റെഡിയായി പോവാണ്. അപ്പം ഞാൻ ഷോപ്പിലെത്തി. സാറ്റർഡേ സൺഡേ ആണ് കേട്ടോ നമുക്ക് കസ്റ്റമേഴ്സ് ഒക്കെ കൂടുതലും വരുന്നത്. വീക്ക് ഡേയ്സ് കാരണം അടുത്തുള്ള ആൾക്കാരൊക്കെ എന്തെങ്കിലും ചെറിയ ചെറിയ സാധനങ്ങളും ഫാൻസി ഐറ്റംസ് ഒക്കെ ഉണ്ട്. അപ്പം അതൊക്കെ വാങ്ങിക്കാൻ ആരെങ്കിലും ഒക്കെ വന്നാലേ ഉള്ളൂ. അതുകൊണ്ട് സൺഡേ ഓപ്പൺ ആണ്. ഇനി രാത്രി വരെ ഇവിടെ തന്നെ. ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ. അടുത്തൊരു വീഡിയോയിൽ കാണാം. റെഗുലറായിട്ട് വ്ലോഗ് ചെയ്യണം എന്നാണ് പ്ലാൻ ചെയ്യുന്നത് കേട്ടോ. തിരക്കുകൾ കാരണം കഴിഞ്ഞ കുറേ നാളായിട്ട് എല്ലാം ഇറഗുലറാണ്. അപ്പോൾ ഇനിയിപ്പോൾ കുറച്ച് ചെറിയ ചെറിയ ഇതുപോലെ കുട്ടി വ്ലോഗ്സായിട്ട് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. എന്തായാലും ഉടനെ തന്നെ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ ഫ്രണ്ട്സ്. താങ്ക് യു ഫോർ വാച്ചിങ്.